അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ പിതാവായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കെടുത്തു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളോടുകൂടി എന്നും ഇരിക്കുന്നതിന്, എന്നും നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവൻ പുനരുത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയം ജ്വലിപ്പിക്കുന്നു. അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നു കൊടുക്കുന്നു. അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നിങ്ങളോടുകൂടി എന്നും ഇരിക്കുന്നതിന്, എന്നും നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ നൽകും. പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നതിൻ്റെ 10-ാം ദിവസം, പുനരുത്ഥാനത്തിൻ്റെ 50-ാം ദിവസം, പരിശുദ്ധാത്മാവിനെ അഗ്നിനാവിൻ്റെ സാദൃശ്യത്തിൽ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യഗണത്തിൻ്റെയും മേൽ അയച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്തു. യേശു തമ്പുരാൻ തുടങ്ങിവെച്ച രക്ഷയുടെ അനുഭവം തൻ്റെ മക്കൾക്ക് അന്നും ഇന്നും എന്നും സംലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. സഭ എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ കൂട്ടായ്മയാണത്. ഗ്രീക്കിൽ എക് ഖലൈൻ എന്നും ലത്തീൻ ഭാഷയിൽ എക്ലേസിയ എന്നും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പുറത്തേക്ക് വിളിച്ചു വരുത്തുക എന്നാണ്. സാധാരണയായി ജനത്തിൻ്റെ മതപരമായ സ്വഭാവമുള്ള സമ്മേളനത്തെ സൂചിപ്പിക്കുവാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭയുടെ ആ കൂടിവരവ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ദൈവത്തിനു മുമ്പിലുള്ള സമ്മേളനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെയാണ് ഈ സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ ജനം സീനായ് മലയുടെ മുകളിൽ മോശയിൽ നിന്ന് സ്വീകരിച്ച ആ പ്രമാണം, അത് സ്വീകരിച്ചതായ ആ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഇതിനെ ഒരു സഭയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ പിന്തുടർച്ച അവകാശി എന്ന നിലയിൽ ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ കൂട്ടായ്മയെ സഭയെന്ന് സ്വയം വിളിച്ചിരുന്നു. ലോകത്തിൻ്റെ എല്ലാ സീമകളിൽ നിന്നും ദൈവത്തിൻ്റെ ജനത്തെ സഭയിൽ വിളിച്ചു കൂട്ടുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഭ എന്ന പദത്തിന് തുല്യമാണ് ക്രിയാക്കെ എന്ന ഗ്രീക്ക് പദവും കിർഹേ എന്ന ജർമ്മൻ പദവും ചർച്ച് എന്ന ഇംഗ്ലീഷ് പദവും ഒക്കെ നാം കാണുന്നത്. സുറിയാനിയിൽ ഇതിന് ഈത്തോ എന്ന പദം ആണ് ഉപയോഗിക്കുന്നത്. ഗ്രീക്ക്, ജർമ്മൻ, സുറിയാനി ഈ പദങ്ങളുടെ
അർത്ഥം സഭയ്ക്കും പള്ളിക്കും ഒരേ വാക്കാണ് അവരുപയോഗിക്കുന്നത്. എന്നാൽ മലയാളത്തിൽ സഭ എന്നും പള്ളി എന്നും പറയുമ്പോൾ രണ്ട് അർത്ഥത്തിലാണ് നാം കാണുന്നത്. പള്ളി ഒരു കെട്ടിടം, വിശ്വാസികൾ ഒന്നിച്ചു കൂടുന്ന ഒരു കെട്ടിടം എന്നുള്ളതാണ്. സഭ എന്ന് പറയുന്നത് വിശ്വാസത്തിന് അധിഷ്ഠിതമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിയില്ലേ? ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്, അത് നിങ്ങൾ തന്നെയെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ സഭയെയും പള്ളിയെയും ഒന്നിച്ച് കാണുവാൻ നമുക്ക് കഴിയണം. കെട്ടിടം അല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് സഭ എന്നുള്ള രീതിയിൽ. മാമോദിസ സ്വീകരിച്ച് ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവജനം ആരാധനയ്ക്ക് ഒന്നിച്ചുകൂടുന്ന ദേവാലയം സഭയുടെ കാണപ്പെട്ട ഒരടയാളമാണ്. അപ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവജനം ആരാധിക്കുവാൻ ഒന്നിച്ചുകൂടുന്ന ദേവാലയം ഒരു സഭയാണ്, വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. സഭ യഥാർത്ഥമായി തീരുന്നത് ദേവാലയത്തിലാണ്. മെത്രാന്മാർ ദൈവജനത്തോടൊന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ സഭ ദൃശ്യമാവുകയാണ്. അവിടെ 3 യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, മാമോദിസ സ്വീകരിച്ചതായ ദൈവജനം. 2, അപ്പോസ്തോല അധികാരമുള്ള മെത്രാൻ അല്ലെങ്കിൽ മെത്രാൻ്റെ പ്രതിനിധിയായ വൈദികൻ. എപ്പോഴും മെത്രാന് എല്ലായിടത്തും ഒരേ സമയത്ത് സംരംഭമായിരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തൻ്റെ പ്രതിനിധികളായി വൈദികരെ അവിടുന്ന് ചുമതലപ്പെടുത്തുന്നു. 3, യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സാന്നിധ്യം അനുഭവിക്കുന്നത്, യേശുവിനെ ഇന്ന് നാം അനുഭവിക്കുന്നത് സഭയിലൂടെയാണ്. കർത്താവ് തന്നോട് സംസാരിക്കേണ്ടുന്നവരെല്ലാം സഭയുൾ പോകട്ടെ, താൻ അതിൽ മേവിടുന്നു. ഇന്ന് യേശു തമ്പുരാൻ സഭയിലൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നാം ആ രക്ഷാകരമായ സംഭവം അനുഭവിക്കണമെങ്കിൽ സഭയിലേക്ക് വരണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മാമോദീസ സ്വീകരിച്ചവർ, രണ്ടാമതായി അപ്പോസ്തല അധികാരമുള്ള മെത്രാന്മാരും അവരുടെ പ്രതിനിധികളായ വൈദികരും ഒന്നിച്ചുകൂടുന്ന യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ അനുഭവം ഏറ്റുവാങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അതേപോലെ ഇവ 3 ഒന്നിച്ചുചേരുന്ന ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലാണ് നാം ഒരു സഭയായി മാറുന്നത്. യൂക്കറിസ്റ്റ് മേക്സ് ദ ചർച്ച്. സഭ സഭയായി മാറുന്നത് ദിവ്യ കാരുണ്യത്തിലാണ്. അപ്പോൾ അപ്പം മുറിക്കുന്ന സമൂഹം, പങ്കുവയ്ക്കുന്ന സമൂഹം, അപ്പോസ്തല പ്രബോധനങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന സമൂഹം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നാം ഒരു കുടുംബമായി, കൂട്ടായ്മയായി മാറുകയാണ്. യൂക്കറിസ്റ്റ് യുണൈറ്റ്സ് എ ചർച്ച്. പല ഗോതമ്പ് മണികൾ പൊടിച്ച് അരച്ച് ഒരപ്പമായി മാറുന്നത് പോലെ, പല മുന്തിരിങ്ങകൾ പിഴിഞ്ഞ് വീഞ്ഞായി മാറുന്നത് പോലെ, അവിടുത്തെ ശരീരരക്തങ്ങളായിട്ട് മാറുവാൻ നമ്മെ ഒന്നിപ്പിക്കുകയാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. 3, യൂക്കറിസ്റ്റ് ട്രാൻസ്ഫോം ദ ചർച്ച്. കാഴ്ചയായി നാം അർപ്പിക്കപ്പെടുന്ന കാഴ്ച വസ്തുക്കൾ അവിടുത്തെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നത് പോലെ ബലി അർപ്പിക്കുന്ന നാം, ബലിവസ്തുക്കളായ നാം അവിടുത്തെ ശരീരരക്തങ്ങളായി മാറണം എന്നുള്ളതാണ്. ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. ലോകമെമ്പാടും എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് സഭ ഈ ദിവ്യകാരുണ്യത്തിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രാദേശിക സമൂഹങ്ങളായിട്ടാണ് സഭ നിലനിൽക്കുന്നത്. ഒരു വ്യക്തി പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ അവിടുന്ന് അയച്ച പുത്രൻ തമ്പുരാൻ അവിടുന്ന് നൽകിയ
ആ രക്ഷാകരമായ അനുഭവങ്ങളിലൂടെ നിത്യമായി നിരന്തരമായി നമ്മെ നവീകരിക്കുന്ന പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധ ആത്മാവിനോട് കൂടി ആയിരിക്കുന്ന ഒരു അംഗത്തെയാണ് വിശ്വാസിയെന്നും വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭയെന്ന് അവരുടെ കൂട്ടായ്മകളെയും വിശേഷിപ്പിക്കുന്നത്. ഇപ്രകാരം മാമോദിസ സ്വീകരിച്ചവരുടെ സമൂഹമായ സഭ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവൻ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാമോദിസ സ്വീകരിക്കുക, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുക, അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കപ്പെടുന്ന വ്യക്തികളായി മാറുക. സഭയുടെ പ്രതീകങ്ങളെക്കുറിച്ച് നാം നോക്കുമ്പോൾ സഭ ഒരാട്ടിൻകൂട്ടമാണ്. ആട്ടിൻകൂട്ടത്തിനൊരു ഇടയനുണ്ട്. ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, അവയെ സംരക്ഷിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലേക്ക് നോക്കുമ്പോൾ ഒരിടയനും ഒരു തൊഴുത്തും എന്നുള്ള നിലയിൽ, ആട്ടിൻപറ്റവും ഇടയനും എന്നുള്ള നിലയിൽ സഭാ സമൂഹത്തെ നാം കാണണം. രണ്ടാമതായിട്ട് സഭ ഒരു കൃഷിസ്ഥലമായി, ഒരു വയലായിട്ട് നാം കാണുന്നു. കൃഷിസ്ഥലത്ത് അധ്വാനിക്കുന്ന ജനം പിതാവായ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുന്തിരിത്തോട്ടമായിട്ട് സഭയെ കാണുമ്പോൾ, ഒരു കൃഷിസ്ഥലമായി സഭയെ കാണുമ്പോൾ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖോപശാഖകൾക്ക് മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശാഖകൾ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം, എങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഭ ദൈവജനമാണ്, ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ നോക്കി പറയുമ്പോൾ, അപ്പോസ്തലന്മാരാൽ പണിയപ്പെട്ടവരാണ്. ഇതിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം എല്ലാവരും സജീവമായ ശിലകളെന്നും നിലയിൽ ഈ ഭവനത്തോട് ചേർന്ന് പണിയപ്പെട്ടിരിക്കുന്നുവെന്ന് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെ നാം കാണുന്നുണ്ട്. അപ്പോൾ നാം യേശുവിൽ പണിയപ്പെട്ടവരാണ്. അതിൻ്റെ അടിസ്ഥാന മൂലക്കല്ല് യേശുവാണ്. അപ്പോസ്തലന്മാരുടെ കല്ലുകളാൽ പണിയപ്പെട്ടവരായ ആളുകളാണ് നാം. സഭയെ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് വിശേഷിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയുമായി നടത്തിയ ഉടമ്പടി പോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫെസ്യക്കാർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങളിൽ സഭയെ ഒരു മണവാട്ടിയായിട്ടാണ് യേശു തമ്പുരാൻ സ്വീകരിക്കുന്നത്. മിശിഹാതൻ മണവാട്ടി ആയിടും ശുദ്ധ സഭ, ഭാഗ്യങ്ങൾ പൂർണ്ണമതാം പർദീസ സദൃശമഹോ. പർദീസായുടെ മുൻ ആസ്വാദനം സഭാമക്കളായ നാം അനുഭവിക്കുന്നത് മിശിഹ ഈ സഭയെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എന്നാണ്. ഇവിടെ പഴയ നിയമത്തിൽ യഹോവയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം പോലെ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവും നാമുമായിട്ടുള്ള ആ ബന്ധത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഓസിയ പ്രവാചകൻ 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ എന്നേക്കുമായി നിന്നെ ഞാൻ പരിരക്ഷിക്കും, ഒരു വലിയ ഉറപ്പാണ്. നിന്നെ ഞാൻ രക്ഷിക്കുവാൻ വന്നവനാണ്, എന്നേക്കുമായി. വിശ്വസ്തതയിൽ നിന്ന് നിന്നെ ഞാൻ സ്വന്തമാക്കും. അപ്പോൾ വിശ്വസ്തരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ സ്വന്തമാക്കി മാറ്റുകയാണ്. അവിടെ ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു. ഇവിടെയൊക്കെ നാം കാണുന്നത് ഒരു ഉടമ്പടിയായിട്ടാണ്, മണവാട്ടിയായിട്ടാണ്. ക്രിസ്തുവിനെ മണവാളനും സഭയെ മണവാട്ടിയുമായിട്ടാണ് കാണുന്നത്. ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം ഐക്യത്തിൻ്റെയും അവിഭാജ്യതയുടേതുമായ ആ ബന്ധം, ആഴമേറിയ സ്നേഹബന്ധം പൗലോസ് ശ്ലീഹ ഉപമിച്ചിരിക്കുന്നത്
എത്ര അർത്ഥവത്താണ്. മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എത്ര അർത്ഥവത്തായതാണ്. സഭ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്നലകളെയും ഇന്നിനെയും നാളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണല്ലോ ചരിത്രം. എന്നാൽ ചരിത്രത്തിലാണ് സഭ ജീവിക്കുന്നത് എങ്കിലും സഭ ചരിത്രത്തിന് അതീതമാണ്. സഭയ്ക്ക് ദൃശ്യമായ യാഥാർത്ഥ്യവും ആധ്യാത്മികമായ യാഥാർത്ഥ്യവുമുണ്ട്. ദൃശ്യമായ വിശ്വാസത്തിന് കണ്ണുകൾ കൊണ്ട് കാണപ്പെടുന്നതായ കാര്യങ്ങൾ, മറ്റേത് കാണപ്പെടാത്ത കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, സഭയുടെ ലക്ഷണങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ഇന്ന് വിവിധ സഭയും സമൂഹങ്ങളും ഒക്കെ നാം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ എന്താണ് സഭയുടെ യഥാർത്ഥമായ പ്രത്യേകത എന്ന് നോക്കുമ്പോൾ, നിക്യാവിശ്വാസ പ്രമാണത്തിൽ നാം വായിക്കുന്നത് പോലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളും നിക്യാവിശ്വാസ പ്രമാണം അനുധാവനം ചെയ്തു വരുന്നവരാണ്. ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ വിശ്വസിക്കുന്നു എന്നാണ് നിക്യാവിശ്വാസ പ്രമാണത്തിൽ നാം എടുത്തു പറയുന്നത്. ഈ 4 ലക്ഷങ്ങളാണ് ക്രിസ്തുവിന് സഭയുടെ അടിസ്ഥാനം: ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവും. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ നഷ്ടമോ പരിമിതിയോ അത് സഭയുടെ നഷ്ടമായിട്ടാണ് നാം കാണേണ്ടത്. അപ്പോൾ ഈ 4 സവിശേഷതകളും നിക്യാവിശ്വാസ പ്രമാണത്തിൽ പറയുന്നതായ ഈ കാര്യങ്ങൾ എങ്ങനെ അത് സഭയുടെ ഏകത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ സാധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സഭ അവളുടെ ഉറവിടം മൂലം ഏകമാകുന്നു. മിശിഹായുടെ ഉറവിടത്തിൽ നിന്നാണ് സഭ ഉത്ഭവിക്കുന്നത്. ആ വിശ്വാസികളുടെ കൂട്ടായ്മ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. പടയാളികളൊരു കുന്തം കൊണ്ട് വിലാവിൽ കുത്തി ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, രക്തത്താൽ ശക്തീകരിക്കപ്പെടുവാൻ സഭ അവിടെ നിന്നും പൊട്ടിപ്പുറപ്പെടുന്നത് ആ ഉറവിടം ഏകമാണ് എന്നുള്ളത് കൊണ്ട്. ത്രിത്വൈക ദൈവത്തിൻ്റെ ഐക്യമാണ് സഭയുടെ ഉറവിടം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ ആ ഒരു ഐക്യമാണ് സഭയുടെ ഐക്യം എന്ന് പറയുന്നത്. സഭ അവളുടെ സ്ഥാപനം മൂലം ഏകമാണ്. അതിൻ്റെ സ്ഥാപകൻ ദൈവമാണ്. അതുകൊണ്ട് അത് ഒരു ദൈവമാണ്. ആ ദൈവത്തോട് നാം യോജിച്ചു നിൽക്കുന്നു. സഭകളുടെ സ്ഥാപനം മൂലം ഏകമാണ് എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ഏകപുത്രനും വചനവുമായ യേശുക്രിസ്തുവിനാൽ സഭ സ്ഥാപിതമായി. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ എല്ലാ മനുഷ്യരെയും ഐക്യപ്പെടുത്തുന്ന, ദൈവത്തോട് രമ്യപ്പെടുത്തുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നാം അവിടെ കാണുന്നത്. അവളുടെ ആത്മാവ് മൂലം ഏകമാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയം എന്നുള്ള നിലയിൽ നാം ഏകമായി പ്രവർത്തിക്കുവാനുള്ള ഒരവസരം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് അനൈക്യത്തിൻ്റെ ആത്മാവല്ല, ഭിന്നതയുടെ ആത്മാവല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെ ആത്മാവാണ്. അതിനാൽ ഒന്നായിരിക്കുക എന്നത് സഭയുടെ അടിസ്ഥാനമായ ഒരാവശ്യമാണ്. സഭ ഏകമാകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 23 രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഭ ഏക സഭയാണ് എന്ന് പറയുവാൻ കഴിയുന്നത്? സഭ ഓരോ പ്രദേശങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഐക്യപ്പെട്ട വ്യക്തികൾ അതിന് രൂപം കൊടുക്കുമ്പോൾ ആ ഭൂപ്രദേശത്തെ സംസ്കാരവും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും അവിടുത്തെ ഭാഷകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മനുഷ്യാവതാരം എടുക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. കപ്പാസിറ്റി ടു ഇൻകാർണേറ്റ് ഇൻ ഡൈവേഴ്സ് കൾച്ചർ ആൻഡ് ജോഗ്രഫിക്കൽ റീജിയൻ, അതാണ് ഒരു പ്രത്യേകത. തമ്പുരാൻ്റെ മനുഷ്യാവതാരം നമ്മിലൂടെ ഓരോ ഭൂപ്രദേശത്ത് വന്യമാക്കിക്കൊണ്ട് ആരാധനയിലും ദൈവശാസ്ത്രത്തിലും ആധ്യാത്മികതയിലും നൈയാമിക ഘടനയിലും ഓരോ സഭയിലും വൈവിധ്യമുണ്ടായിരുന്നു എന്ന് വരികിലും
വൈവിധ്യം സഭയുടെ ഐക്യത്തെ കെടുത്തുന്നില്ല. അത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന സങ്കല്പത്തിൽ വൈവിധ്യമുള്ള വിവിധ പ്രാദേശിക സഭകൾ യോജിക്കുകയാണ്. അതിന് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അപ്പോസ്തലന്മാരിൽ നിന്ന് ലഭിച്ച ഏക വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ ആൻഡ് ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തു, അവിടുന്ന് വീണ്ടും വരും എന്നുള്ള അപ്പോസ്തല പ്രബോധനം. കൂദാശകളിലുള്ള പൊതുവായ വിശ്വാസവും വ്യാഖ്യാനവും കൂദാശകളുടെ ആഘോഷവും നമ്മെ ഒന്നാക്കി മാറ്റുകയാണ്. തിരുപ്പെട്ട കൂദാശയിലുള്ള അപ്പോസ്തലന്മാരുടെ അധികാരം അത് നമ്മെ ഒന്നിപ്പിക്കുകയാണ്. അപ്പോൾ ഐക്യത്തിൻ്റെ പൂർണ്ണതയും അടയാളവും നാം കണ്ടെത്തുന്നത് കത്തോലിക്ക സഭയിലാണ് എന്നുള്ളതിൽ സംശയമില്ല. രണ്ടാമതായിട്ട്, ഇത് വിശുദ്ധ സഭയാണ്. എങ്ങനെയാണ് വിശുദ്ധമായത്? പാപികളുടെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് വിശുദ്ധ സഭയായി മാറുന്നത്? പരിശുദ്ധരും പാപികളും ഒന്നിച്ച് ജീവിക്കുന്ന സഭ എങ്ങനെയാണ് ഒരു വിശുദ്ധ സഭയെന്ന് വിളിക്കുന്നത്? അത് നമ്മുടെ ആരുടെയും കഴിവോ മിടുക്കോ ഒന്നുമല്ല. കുഞ്ഞാട്ടിൻകുട്ടിയുടെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി ശക്തീകരിക്കപ്പെട്ടവരായി മാറുവാനുള്ള അനുഗ്രഹമാണ് നൽകുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വിശുദ്ധ ജനമായി നമ്മെ അവിടുന്ന് ഉറപ്പിക്കുകയാണ്. ആദിമ ക്രിസ്ത്യാനികളെയൊക്കെ വിശുദ്ധർ എന്നാണല്ലോ വിളിച്ചിരുന്നത്. നടപടി പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ, 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന സഭയെ വിശുദ്ധർ എന്നാണ് വിളിക്കപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ പങ്കുപറ്റുക. സഭ വിശുദ്ധയാണെന്ന് പറയുമ്പോൾ സഭ പാപികളുടെ സമൂഹമാണെന്ന് വിസ്മരിച്ചുകൂടാ. സഭയുടെ ഈ ഘടന അതിനെ വിശുദ്ധമാക്കി മാറ്റുന്നത് കുഞ്ഞാട്ടിൻകുട്ടിയുടെ രക്തത്താലാണ്, തമ്പുരാൻ്റെ രക്തത്താലാണ് അവിടുന്ന് നമ്മെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. സഭ കാതോലികം എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം പൂർണ്ണത, സമഗ്രത, സാർവത്രികം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആയിരിക്കുവാൻ ദൈവം നൽകിയ വലിയ അനുഗ്രഹം, മെത്രാനുള്ളിടത്ത് സഭയുണ്ടെന്ന്, മെത്രാൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പ്രാദേശിക സഭ സമൂഹം കാത്തോലിക്ക സഭയാണെന്ന് സഭാപിതാവായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എടുത്തു പറയുന്ന ആ സാഹചര്യത്തിൽ ഇത് കാതോലികമായി യൂണിവേഴ്സലായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി എനിക്ക് സാക്ഷികളായിരിക്കുക എന്നരുളി ചെയ്ത തമ്പുരാൻ്റെ ആ സാക്ഷ്യം നിറവേറ്റുവാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ്. ഇത് ശ്ലൈഹികമാണ്, അപ്പോസ്തോലികമാണ് എന്ന് പറയുമ്പോൾ ഐക്യപ്പെട്ട ശിഷ്യന്മാർ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ഐക്യപ്പെട്ട ശിഷ്യന്മാർ ഔദ്യോഗികമായി ഓരോ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ യോനായുടെ പുത്രനായ ശമോനെ, നീ ഭാഗ്യവാൻ, ജഡമോ രക്തമോ അല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ പണിയും. അപ്പോൾ പത്രോസാകുന്ന പാറമേൽ അടിയുറപ്പിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച പശ്ചാത്തലത്തിൽ സഭാ സമൂഹം അവിടെ വളർന്നു വന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് നാം അതിനെ ശ്ലൈഹിക സഭയെന്ന് വിളിക്കുന്നത്. കാണപ്പെടുന്ന സഭയുടെ തലവനായ ആദ്യത്തെ മാർപ്പാപ്പ വിശുദ്ധ പത്രോസ് മുതൽ ഇന്ന് സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള മാർപ്പാപ്പമാരുടെ ചരിത്രത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അപ്പോസ്തോലിക പൈതൃകം പിന്തുടർച്ചയായി നൽകിക്കൊണ്ട് നയിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് നാം അതിനെ കാണുന്നത്. അതുകൊണ്ട് സഭയുടെ ഈ പ്രത്യേകതകൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസികളുടെ കൂട്ടായ്മയായി ശുദ്ധീകരിക്കപ്പെടേണ്ട, നവീകരിക്കപ്പെടേണ്ട സമൂഹമായി നാം ഓരോരുത്തരും അനുദിനം മാറുക. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശക്തി എന്ന് പറയുന്നത്. തമ്പുരാൻ്റെ സജീവമായ സാന്നിധ്യം പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ, സഭയിലൂടെ അനുഭവിച്ചുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടായ്മ ലോകാവസാനം വരെ തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മോട് കൂടിയുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുകയാണ് സഭയുടെ ദൗത്യം. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു സമൂഹമായി അത് മാറണം എന്നുള്ളതാണ്.